യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കുടുംബസംഗമം 16-ന്. കരിമ്പുഴ കുലിക്കിലിയാട് യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കുടുംബസംഗമം 16-ന് രാവിലെ 10 മുതൽ ആറ്റാശ്ശേരി ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ പരിചരണത്തിലുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും MP, MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ തുടങ്ങി 1000-ഓളം പേർ സംഗമത്തിന്റെ ഭാഗമായി ഒത്തുചേരും. നാട്ടിൽ നിന്ന് സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ അവ ഉപയോഗിച്ച് വളണ്ടിയർമാർ തന്നെ ഭക്ഷണം ഒരുക്കുക എന്ന രീതിയാണ് ഇത്തവണയും സ്വീകരിച്ചിട്ടുള്ളത്. പരിചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കിടപ്പിലായവർക്കുള്ള വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളും വീടുകളിൽ എത്തിച്ചു നൽകിയെന്നും പലവിധ കാരണങ്ങളാൽ ജീവിതം പരിമിതപ്പെട്ടുപോയവരെ കണ്ടെത്തി അവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഒരുക്കാൻ ആവശ്യമായ സഹായം സാധ്യമാക്കുക എന്ന ദൗത്യമാണ് യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഏറ്റെടുത്തിട്ടുള്ളതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ കുലിക്കിലിയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കുടുംബ സംഗമം ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ആറ്റാശ്ശേരി ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. കിടപ്പിലായ സഹോദരങ്ങൾ, അവരുടെ പരിചാരകർ, വീട്ടുകാർ തുടങ്ങി സാധ്യമായ എല്ലാവരെയും സംഗമത്തിലെത്തിക്കുക, പാടിയും പറഞ്ഞും പരസ്പരം പങ്കുവച്ചും ഈ ഒരു ദിവസത്തെ അവരുടേതാക്കി മാറ്റുക. MP, MLA തുടങ്ങിയ ജനപ്രതിനിധികൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി 1000-ലധികം പേരുടെ ഒത്തുകൂടലാകും ഇത്. നാട്ടിൽ നിന്നും സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ അവ ഉപയോഗിച്ച് വളണ്ടിയർമാർ തന്നെ ഭക്ഷണം ഒരുക്കുക എന്ന രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇത്തവണയും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കിടപ്പിലായ സഹോദരങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും നിത്യോപയോഗ വസ്തുക്കളും അടങ്ങിയ കിറ്റുകൾ വീടുകളിൽ നേരിട്ടെത്തിക്കുന്നതോടെ മാത്രമേ ഈ പ്രവർത്തനം പൂർത്തിയാകൂ. കരിമ്പുഴ പഞ്ചായത്തിലെ വില്ലേജ് 1, അയൽ പഞ്ചായത്തുകളായ കുമരംപുത്തൂർ, കോട്ടോപ്പാടം, തച്ചനാട്ടുകര ഇവയിലെ ഏതാനും വാർഡുകളുമടക്കം 15ഓളം വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് യുവചേതനയുടെ പ്രവർത്തന പരിധി. പല കാരണങ്ങളാൽ ജീവിതം പരിമിതപ്പെട്ടുപോയ മനുഷ്യരെ കണ്ടെത്തി അവർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ എന്ത് സഹായമാണോ വേണ്ടത് അത് സാധ്യമാക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. കിടപ്പിലായ വേണ്ടപ്പെട്ടവരെ അവർക്കാവും വിധം പരിചരിക്കുന്ന ശീലം പഴയ തലമുറയ്ക്കുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ ഇന്ന് അതിന് കഴിയുന്നില്ല. ശാസ്ത്രീയമായും യുക്തിബോധത്തോടെയും പരിചരണം പുതിയ തലമുറയെയും സമൂഹത്തെയും പഠിപ്പിക്കുകയും അതൊരു സംസ്കാരമായി നാട്ടിൽ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ഭാരിച്ച പ്രവർത്തനമാണ് യുവചേതന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിടപ്പിലായവന്റെയും കുടുംബത്തിന്റെയും വേദനയുടെ രാഷ്ട്രീയത്തിൽ മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിക്കുന്നു എന്നതാണ് യുവചേതനയുടെ വിജയം. ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ് സാധാരണ മനുഷ്യരാണ്. വലിയ തോതിലുള്ള ഒരു വൈകാരിക പിരിവും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. നാട്ടുകാർ അറിഞ്ഞു തരുന്ന ചെറിയ തുകകൾ സമാഹരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെയാണ് പാലിയേറ്റീവ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും എന്നാൽ തീവശരായ കിടപ്പ് രോഗികളെ 24 മണിക്കൂറും പരിചരിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിന്റെ പുതിയൊരു കെട്ടിടം പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവരെ 24 മണിക്കൂറും ആ കേന്ദ്രത്തിൽ പരിചരിക്കുന്നതിനുള്ള പ്രവർത്തനം കൂടി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് അവർ കൂട്ടിച്ചേർത്തു. 250ഓളം കിടപ്പ് രോഗികളാണ് സ്ഥിരമായിട്ട് പരിചരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരേക്ക് നമ്മൾ ഹോം കെയർ യൂണിറ്റ് പ്രവർത്തനം നടത്തുന്നുണ്ട്. യുവചേതന്റെ മാത്രമേ പ്രത്യേകതയാണ്. സമീപ ഭാവിയിൽ തന്നെ അത് 24 മണിക്കൂർ സർവീസ് കൊടുക്കാവുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തീർത്തും അവശതയുള്ള വീടുകളിൽ പരിചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ ഒരു IP കേന്ദ്രം തയ്യാറാക്കി അവിടെ പരിചരണം കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതിന്റെ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള 24 അവർ സർവീസ് കൊടുക്കാൻ വേണ്ടി കഴിയും എന്നാണ്. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി SP രാമകൃഷ്ണൻ, സെക്രട്ടറി വേണുഗോപാലൻ K, വൈസ് പ്രസിഡന്റ് രാജേശ്വരി R, ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ, ഷീജ T എന്നിവർ പങ്കെടുത്തു.